ഹോംലി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ സാധാരണക്കാർക്ക് എങ്ങനെ പൈസ കൊടുക്കാതെ വീട്ടിലിരുന്ന് ഫേഷ്യൽ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാം. അതിനുള്ളൊരു സാധനമാണത്. ഇത് ഞാൻ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ച പാത്രമാണ്. അപ്പോൾ നമ്മളിന്ന് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത്. എന്നാലും നമ്മുടെ മുഖത്തിന് പുള്ളും പാട്ടൊന്നും വരത്തൊന്നുമില്ലേ, ഞാൻ ഗ്യാരണ്ടി. കാരണം ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഫേഷ്യൽ പൊങ്ങച്ചം പറയുന്നതല്ല കേട്ടോ. ഇതേവരെ പാർലറിൽ പോയി ഞാൻ ഫേഷ്യൽ ചെയ്തിട്ടില്ല. ഞാൻ പുരുകം മാത്രം ഒന്ന് ത്രെഡ് ചെയ്യാൻ പാർലറിൽ പോകാറുള്ളൂ. എൻ്റെ കല്യാണത്തിന് പോലും ഫേഷ്യൽ ചെയ്തിട്ടില്ല. അത് വേറെ ഒന്നുണ്ടല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്യാൻ എൻ്റെ കെട്ടിയൻ അന്ന് സമ്മതിച്ചില്ല. എന്നോട് കല്യാണത്തിന് മുന്നേ 2 ദിവസം മുന്നേ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ബ്യൂട്ടി പാർലറിൽ പോകരുത്, അങ്ങനെയുള്ള ഒരുക്കങ്ങളൊന്നും ഇഷ്ടമല്ല കക്ഷിക്കെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. ആദ്യമായിട്ട് ഞാൻ പുരുകം ത്രെഡ് ചെയ്യുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നാണ്. പേടിയായിരുന്നു അതുകൊണ്ട് കേട്ടോ. പിന്നെ കല്യാണത്തിന് അന്ന് അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഇടരുന്നു പ്രത്യേകം പറഞ്ഞിരുന്നു, ലിപ്സ്റ്റിക് ഇടരുന്നു. എന്നിട്ട് അന്ന് ഞാൻ പേടിച്ചാണ് ഒരിച്ചിരി ലിപ്സ്റ്റിക് ഇട്ടത്. അത് എൻ്റെ നിർബന്ധത്തിലല്ല, എന്നെ ഒരിക്കൽ എൻ്റെ കസിൻസിൻ്റെ നിർബന്ധത്തിലാണ് ഞാൻ ഇച്ചിരി ലിപ്സ്റ്റിക് പോലിട്ടത്. എന്നിട്ട് ഈ പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, ഈ പറഞ്ഞ വ്യക്തി പാർലറിൽ പോയി ഫേഷ്യലും ചെയ്ത് എന്നൊക്കെ ആ മുഖത്ത് കാട്ടിക്കൂട്ടാമോ അതൊക്കെ കാട്ടിക്കൂട്ടിട്ടാണ് കക്ഷി വന്നത്. എനിക്കിട്ട് ഇതുപോലത്തെ ക്ലാസ് എടുത്തിട്ട് കക്ഷി അങ്ങനെ വന്നത്. അയ്യോ, എൻ്റെ കണ്ണുപോയി. വേറെ ദൂഷ്യമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഒന്നുമില്ല കേട്ടോ, പേടിക്കണ്ട ആ കാര്യത്തിൽ. പച്ചരിയല്ലേ. പിന്നെ ഇത് തേച്ചിട്ട് ഐശ്വര്യറായി ആയില്ലെന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കല്ലോ കേട്ടോ. നമുക്ക് ജന്മന ഒരു കോലം ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ മുഖത്തൊരിച്ചിരി ചെളിയൊക്കെ വന്ന് പോകും. കാരണം ഈ അതിനകത്ത് പുളിച്ച മാവാണല്ലോ. അപ്പോൾ നമ്മുടെ മുഖത്തിരുന്ന് അതങ്ങോട്ട് വെറുപ്പിച്ച് പുളിച്ച് വല്ലാണ്ടായി അങ്ങ് നമ്മുടെ അടിഞ്ഞിരിക്കുന്ന കുറേ ചെളിയൊക്കെ അങ്ങ് പോകുമ്പം നമുക്ക് ജന്മം നൽകിയൊരു കളറുണ്ടല്ലോ, ചിലപ്പോൾ ആ കളറിലോട്ട് വരും. ഇതേ അപ്പം നമ്മുടെ ദോശമാവ് ഏകദേശം ദോശ ഉണങ്ങിയ പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കും. കണ്ടോ, ഞാൻ നല്ലതായിട്ട് വാഷ് ചെയ്തു. ഓക്കെ അല്ലേ. പിന്നെ ഒരു സൗന്ദര്യത്തിന് ഒരു 5% കുറവ് അവിടെ തോന്നിക്കുന്നുണ്ട്. അതെന്നാണെന്നറിയാമോ? അത് ഇവിടെ ഇരുന്നൊരു പൊട്ടുണ്ടായിരുന്നു, അത് പോയതിൻ്റെ കേട്ടോ. ബാക്കി 95 ഓക്കെയാണ്. ഒരു പൊട്ട് തൊട്ടാൽ 100% ആവും. കേട്ടാ, എല്ലാവരും ട്രൈ ചെയ്യുക.